പ്രക്ഷോഭത്തിൽ മൗനം വെടിഞ്ഞ പ്രധാനമന്ത്രിക്ക് മറുപടിയുമായി രാഹുൽ ഗാന്ധി യുവതയെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് മോദി. വിദ്യാഭ്യാസ മേഖലയെ മോദി തകർത്ത് തരിപ്പണമാക്കി. വിദ്യാർത്ഥികളുടെ ആവശ്യത്തിൽ തീരുമാനം വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഗൗതം ആമ്രകുഞ്ചം വിവരങ്ങളുമായി ചേരുകയാണ്. ഗൗതം, ഇന്നിപ്പോൾ എന്താണ് രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ കൂടുതലായി പ്രതികരിച്ചിരിക്കുന്നത്? സ്വാതി, ഈ പരീക്ഷാ പേപ്പർ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മാസങ്ങളോളം മൗനം തുടർന്ന പ്രധാനമന്ത്രി ഇന്ന് രാവിലെയാണ് ഒരു എക്സ്പോസ്റ്റിലൂടെ തൻ്റെ പ്രതികരണം നിലപാട് അറിയിച്ചത്. അതിൽ പറഞ്ഞത് ഈ യുവതയെ ദ്രോഹിക്കുന്ന എല്ലാവർക്കെതിരെയും നടപടിയെടുക്കും, യുവതയുടെ ഭാവി ശോഭനമായി കൊണ്ടുപോവുക, അവരുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നതാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനുള്ള നടപടികൾ തുടരുന്നതിൻ്റെ ഭാഗമായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിച്ച് ഈ കേസിൽ ഉൾപ്പെട്ടവരെ കടുത്ത നിയമ വിചാരണയ്ക്ക് വിധേയമാക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ഇതിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ എക്സ്പോസ്റ്റിലൂടെ തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. യുവതയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിരിക്കുന്നതും ദ്രോഹിച്ചിരിക്കുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് തരിപ്പണമാക്കുന്നതിന് നേതൃത്വം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് തന്നെ ഈ മോദിയുടെ കീഴിൽ അത്തരത്തിൽ ഈ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിനായി ഇടപെട്ട ആളുകൾ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരാളാണ് നിലവിൽ പ്രതികരണം നടത്തിയിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡാണ്, അവരുടെ ആവശ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി ഉൾപ്പെടുന്നില്ല, മറിച്ച് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കുക, തുടർന്ന് ഈ പരീക്ഷാ ക്രമക്കേടിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കുക, ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടവർക്ക് അതിന് ആവശ്യമായിട്ടുള്ള ധനസഹായം നൽകുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ, ഈ CJP ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് നടപ്പാക്കുകയാണ് വേണ്ടതെന്നാണ് രാഹുൽ ഗാന്ധി എക്സ്പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ നിലപാട് ഇതാണ് എന്ന് പുറത്തു വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായും രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ശക്തിപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. നിലവിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിച്ചുകൊണ്ടുള്ള നിയമവിചാരണ എന്ന സർക്കാരിൻ്റെ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് TMC ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളും ഇടത് നേതാക്കളും ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് രാജിയിൽ കുറഞ്ഞ് മറ്റൊരു തരത്തിലുള്ള കോംപ്രമൈസിലേക്കും അനുനയത്തിലേക്കും പോകാതിരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഇന്നിപ്പോൾ പാർലമെന്റിന്റെ സഭകൾ ചേരുന്നുണ്ട്. ആ സഭയിൽ ഈ വിഷയം ഉന്നയിക്കാനാണ് നിലവിലെ തീരുമാനം. സ്വാതി. ശരി ഗൗതം.